نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد وإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. ബഹുമാന്യനായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വലിയ ഞെട്ടലുണ്ടാക്കുന്ന സംഭവങ്ങൾ വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും എല്ലാം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ സാധാരണ ഉയർന്നു കേൾക്കാറുള്ള ചില ചോദ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില വാചകങ്ങളുണ്ട്. അതിലൊന്ന് ഇപ്രകാരമാണ്. ആളുകൾ പറയും, ഞാൻ അവരെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും? ഒരു വീട്ടിൽ ആരെങ്കിലും പെട്ടെന്ന് ആക്സിഡന്റിലോ മറ്റോ മരണപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടായി അതിന് വിധേയമായ ആളുകളെ ആ കുടുംബത്തെ സന്ദർശിച്ചാൽ ആളുകൾ പറയും, എനിക്ക് അവരെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല, എനിക്ക് അവരോടൊന്നും പറയാൻ കഴിയുന്നില്ല, ഞാൻ ആകെ മരവിച്ചുപോയി, എന്തു പറയും എന്ന് പല ആളുകളും പങ്കുവെക്കാറുണ്ട്. ഒരു ഭാഗത്ത് ഇതാണ് കാണുന്നത് എങ്കിൽ മറുഭാഗത്ത് നമ്മൾ കാണാറുള്ള ഒരു സംഗതി, ഇങ്ങനെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഇത്തരം മനസ്സുകളെ കൂടുതൽ വരിഞ്ഞു മുറുക്കുന്ന വാർത്തകളുടെയും ചിത്രങ്ങളുടെയും പ്രത്യേക ഫീച്ചറുകളുടെയും സ്റ്റോറികളുടെയും ഒക്കെ ഒരു കുത്തൊഴുക്ക് തന്നെ വലിയ ദുരന്തങ്ങൾ സംഭവിച്ചാൽ പിന്നീട് നമ്മൾ പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ സാധാരണ കാണാറുണ്ട്. ഇന്നലെ മുതൽ നമ്മുടെ രാജ്യം അത് നേർക്കാഴ്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഹമ്മദാബാദിലുണ്ടായ ഒരു വിമാനാപകടം, ലണ്ടനിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഏതാനും മിനിറ്റുകൾക്ക് ഉള്ളിൽ തന്നെ അത് ഒരു കെട്ടിടത്തിൽ ഇടിച്ചിറങ്ങുകയും 242 പേരിൽ ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുകയും ബാക്കിയുള്ള എല്ലാ ആളുകളും മരണപ്പെട്ടു എന്നാണ് ഇപ്പോൾ വാർത്തകൾ സ്ഥിരീകരിക്കുന്നത്. അത് മാത്രമല്ല, അത് ഇടിച്ചിറങ്ങിയ ബിൽഡിങ്ങിലെ കുട്ടികൾ, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിലും 10-20 കുട്ടികളും മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും മരണത്തിന്റെ തോത് എത്രയുണ്ട് എന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പലരും ഹോസ്പിറ്റലുകളിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുമാണ്. അള്ളാഹു ആ ചികിത്സയിലുള്ള ആളുകൾക്കൊക്കെ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ കുടുംബത്തിന്റെ, ആ മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിന്റെ വേദനയിൽ നമ്മൾ പങ്കുചേരുകയുമാണ്. ഞാൻ സൂചിപ്പിച്ചത്, ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ രണ്ട് കാഴ്ചപ്പാടുകളാണ് സമൂഹത്തിൽ ഉണ്ടാകുക.
ഒന്ന്, എങ്ങനെയാണ് ഇവരെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ എനിക്ക് വാക്ക് കിട്ടുന്നില്ല എന്ന നിസ്സഹായാവസ്ഥയും നിരാശയും ഒരു ഭാഗത്ത്, മറുഭാഗത്താകട്ടെ ആ നിരാശയും ആ നിസ്സഹായാവസ്ഥയും ഏറ്റാൻ സാധിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളും ദൃശ്യങ്ങളും മത്സരിച്ച് ചാനലുകളും അതുപോലെ പത്രങ്ങളും ഒക്കെ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ മരണപ്പെട്ട വീടുകളിലെ കുടുംബാംഗങ്ങളുടെ അവസ്ഥയും അവരുടെ വേദനയും അവരുടെ ബുദ്ധിമുട്ടും ഒക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ പത്രങ്ങളിലും ചാനലുകളിലും നമ്മൾ കാണേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഇതുകൂടി കാണുമ്പോൾ എന്താണ് ഇവരൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക, ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ഈ ചോദ്യം വീണ്ടും വീണ്ടും മനുഷ്യരുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത്തരം ഘട്ടത്തിലാണ് യഥാർത്ഥ മതവിശ്വാസത്തിന്റെ പ്രസക്തി വിളിച്ചോതുന്നത്. കാരണം അത്യാഹിതങ്ങൾ സംഭവിച്ചാൽ എന്താണ് പറയേണ്ടത് എന്ന് കൃത്യമായിട്ട് മതം പഠിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ ചെറിയൊരു വാക്കാണ്. പക്ഷെ ആ ചെറിയ വാക്കിൽ തന്നെ ഇത്തരം ഘട്ടത്തിൽ ഉയരുന്ന എന്തെല്ലാം ചോദ്യങ്ങളുണ്ടോ, എന്തെല്ലാം അസ്വസ്ഥതകളുണ്ടോ, എന്തെല്ലാം അന്വേഷണങ്ങളുണ്ടോ, അതിനെല്ലാമുള്ള ഉത്തരം ആ ചെറിയ വാചകത്തിന്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് പറയുന്ന വിശ്വാസികൾക്ക് പോലും അത്ര ആഴവും പരപ്പുമുള്ള ഒരാശയമാണ് ഞാൻ പറയുന്നത് എന്ന് പലർക്കും ഒരു ധാരണയില്ല. എന്താണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, അവർക്ക് എന്തെങ്കിലും മുസീബത്തുകൾ ബാധിച്ചാൽ, എന്തെങ്കിലും ദുരന്തങ്ങളോ അപകടങ്ങളോ പ്രയാസങ്ങളോ അവരിൽ ബാധിച്ചാൽ, ഖാലൂ, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിങ്കൽ നിന്നുള്ളവരാണ്, ഞങ്ങൾ അവങ്കിലേക്ക് തന്നെയാണ് മടങ്ങിപ്പോകുന്നതും എന്ന് അവർ പറയുമെന്നാണ്. ഈ വാചകത്തിൽ എല്ലാം ഉണ്ട്. നമ്മുടെ തുടക്കവും ഒടുക്കവും സംബന്ധിച്ച് ആ സന്ദർഭത്തിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആ വാചകത്തിലൂടെ. ഒരു യാത്രക്കാരന്റെ നിർഭയത്വം എന്ന് പറയുന്നത് അവന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും അവന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റും വ്യക്തതയുണ്ടാവുക എന്നതാണ്. ഒരു ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കുന്ന ഒരാളോട് നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ അയാൾക്ക് ഞാൻ ദാ ഇവിടെ നിന്ന് ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറയാൻ കഴിയുമ്പോൾ ആ യാത്രയെക്കുറിച്ച് അയാൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറുന്ന ആൾക്ക് ഞാൻ ഏത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നത്, ഞാൻ ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് എന്ന കൃത്യമായ ധാരണയും അതിനുള്ള ടിക്കറ്റും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ ആ യാത്രയിൽ അയാൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകും. ഏതെങ്കിലും ഒരു വിമാനത്താവളത്തിൽ നിന്ന് അയാൾ പറന്നുയരാൻ നിൽക്കുമ്പോൾ ഞാൻ ഇന്ന വിമാനത്താവളത്തിൽ നിന്നും ഇന്ന ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്കാണ് ഞാൻ പോകുന്നത്, അതിന്റെ ബോർഡിംഗ് പാസും അതിന്റെ മറ്റു കാര്യങ്ങളും എന്റെ കയ്യിലുണ്ട് എന്നൊരു കോൺഫിഡൻസ് ആ യാത്രയിൽ അയാൾക്കുണ്ടാകും. മറിച്ച് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ കുറിച്ച് ഒരു ധാരണയുമില്ലാതെ ആ യാത്രക്കാവശ്യമായ ഒരു പാഥേയവും കയ്യിലില്ലാതെയാണ് ഒരാൾ യാത്ര ചെയ്യുന്നത് എങ്കിൽ അയാൾക്ക് എപ്പോഴും അസ്വസ്ഥതയായിരിക്കും. ഞാൻ എവിടെ ഇറങ്ങുക, എവിടേക്കാ പോകുന്നത് എന്നൊരു ധാരണ അയാൾക്ക് ഉണ്ടാവുകയില്ല. മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അവന് കണ്ടെത്താൻ കഴിയില്ല. എത്ര പുരോഗമിച്ചിട്ടും കാര്യമില്ല, എത്ര റോബോട്ട് കണ്ടുപിടിച്ചിട്ടും കാര്യമില്ല, എത്ര AI യുഗത്തിൽ അവൻ ജീവിച്ചിട്ടും കാര്യമില്ല. അതൊക്കെ കണ്ടെത്തിയ വ്യക്തിയും അവന്റെ സമയമാകുമ്പോൾ അവൻ മരിച്ചു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ ജീവിതത്തിനൊരു തുടക്കമുണ്ട്, ഒരു ഒടുക്കമുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് മരണം എന്ന് പറയുന്നത് അത് അപകടമാകട്ടെ അതല്ലാതെ സ്വാഭാവിക മരണമാകട്ടെ അവൻ അതിനെ പ്രതീക്ഷിച്ചിരിക്കുന്നയാളാണ്. ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെയാണെങ്കിലും ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, ശക്തമായ കോട്ടകൊത്തളങ്ങൾക്കുള്ളിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ പോലും ആ മരണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഓടിക്കാൻ കഴിയില്ല, രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എനിക്കൊരു തുടക്കമുണ്ട്, എന്റെ തുടക്കം എന്റെ റബ്ബിൽ നിന്നുള്ളതാണ്. എനിക്കൊരു ഒടുക്കവുമുണ്ട്, ആ ഒടുക്കവും ഞാൻ അവസാനം എന്റെ റബ്ബിലേക്കാണ് തിരിച്ചു പോകുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രതീക്ഷിച്ച ആ സമയം വന്നു എന്ന് മാത്രമേ അയാൾക്ക് തോന്നുള്ളൂ. അത്രേ ഉണ്ടാവുള്ളൂ. മരണം എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവിക മരണമാണെങ്കിലും ആക്സിഡന്റിലുള്ള മരണമാണെങ്കിലും ആ സമയത്ത് ഒരു അനാവശ്യമായ ആധി ഒരിക്കലും തന്നെ ഒരു വിശ്വാസി പ്രകടിപ്പിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊക്കെ ഉയരുന്നൊരു ചോദ്യമുണ്ട്,
മരണത്തോടെ എല്ലാം അവസാനിക്കുകയാണെങ്കിൽ പിന്നെ ഈ ജീവിതത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? അതായത് തുടങ്ങി പിന്നെ ഞാൻ ഒടുങ്ങി, അങ്ങനെ ഒരു തുടങ്ങലും ഒടുങ്ങലും മാത്രമേ ജീവിതത്തിന് ഉദ്ദേശമുള്ളൂവെങ്കിൽ പിന്നെ എന്താണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കും. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ജീവിതവും മരണവും എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ്. അതിനിടയിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. നിങ്ങൾക്ക് നാം ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവിടെയാണ് യഥാർത്ഥ ജീവിതമെന്നും യഥാർത്ഥ ജീവിതം ഇവിടെയാണ് എല്ലാ കാര്യങ്ങളും എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതായത് യഥാർത്ഥ ജീവിതം മരണശേഷമൊന്നുമല്ല, ഇവിടെ തന്നെയാണ് എന്റെ യഥാർത്ഥ ജീവിതം, മരണത്തിന് ശേഷമൊന്നുമില്ല, എല്ലാം ഇവിടെ തന്നെയാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾക്കാകട്ടെ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾക്കൊന്നും തൃപ്തികരമായ ഉത്തരം കൊടുക്കാൻ കഴിയില്ല. കാരണം ആർക്കും ഉത്തരം കൊടുക്കാൻ കഴിയില്ല. ഈ ദുനിയാവ് മാത്രമേ ഉള്ളൂ, ഇതിനുശേഷം ഒരു ജീവിതമൊന്നുമില്ല, എനിക്ക് കിട്ടേണ്ടതൊക്കെ ഇവിടുന്ന് കിട്ടണം എന്നാഗ്രഹിച്ചു നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാകുമ്പോൾ, ആക്സിഡന്റുകൾ ഉണ്ടാകുമ്പോൾ അവിടെ ഉയരുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവില്ല. ഇപ്പൊ ഈ വിമാനത്തിൽ തന്നെ കയറിയ ആളുകളെ പറ്റിയുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അടുത്ത് വിവാഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഭർത്താവിന്റെ അടുക്കലേക്ക് പോവുകയായിരുന്നു, അപ്പോഴാണ് മരണം. അവിടെ എന്താ ഉത്തരം? അപ്പോൾ ആ വിവാഹം കഴിഞ്ഞ ആളുകൾക്ക് ഇനി കുടുംബം എവിടെയാണ്? ഈ ചോദ്യത്തിന് എന്താണ് അവർക്ക് ഉത്തരം പറയാൻ കഴിയുന്നത്? ജോലിക്ക് വേണ്ടി ഇത്രയും കാലം കഠിനാധ്വാനം ചെയ്ത് ഒരു ജോലി കിട്ടി, ആ ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്, സർട്ടിഫിക്കറ്റുകളുമായി ആദ്യത്തെ യാത്രയാണ്. അപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഇനി ഒരു ജീവിതമൊന്നുമില്ല, ഇവിടെ അവസാനിക്കുന്നു എല്ലാം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇതിനെന്തുത്തരം പറയും? അങ്ങനെ ആ ഫ്ലൈറ്റിലുള്ള ഓരോരുത്തരുടെയും ഫയൽ മുന്നിൽ വെച്ച് ചോദിച്ചാൽ ആ ചോദ്യത്തിന് എന്തുത്തരം പറയാനുണ്ട്? ഇനിയൊരു ലോകമൊന്നുമില്ല, ഇതോടുകൂടിയൊക്കെ അവസാനിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് ന്യായമാണോ ശരിക്കും? അപ്പൊ അതിലേക്ക് ഓടിയെത്തിയ ഒരു സ്ത്രീ സമയം 10 മിനിറ്റ് വൈകിയതുകൊണ്ട് അതിൽ കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട വ്യക്തി ജീവിക്കുന്നു. അതിൽ നിന്ന് അത്ഭുതകരമായ ഒരു മനുഷ്യൻ നടന്നു വരുന്നത് നമ്മൾ കാണുന്നു. അത്യത്ഭുതകരമാണ്. അപ്പൊ അയാൾക്ക് ജീവിതം കിട്ടി, വേറുള്ള ആർക്കും ജീവിതം കിട്ടിയില്ല. അപ്പൊ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എന്താ ഇതിന്റെയൊക്കെ ഉദ്ദേശം? ജീവിതം ഇതോടുകൂടി അവസാനിക്കുകയാണെങ്കിൽ ഈ മരണപ്പെട്ടവരുടെ ഭാവി എന്താ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട സുപ്രധാനമായ കാര്യമാണ്. മരണശേഷമാണ് യഥാർത്ഥ ജീവിതമെന്ന് വിശ്വസിക്കുന്നവൻ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഉയരുന്ന എല്ലാ ചോദ്യങ്ങളെയും നിർഭയമായി നേരിടാൻ കഴിയും. അവൻ ഒരിക്കലും തന്നെ നിസ്സഹായത പ്രകടിപ്പിക്കുകയില്ല, സമചിത്തത കൈവിടുകയില്ല, മാറത്തടിച്ച് കരയുകയില്ല, എന്താണ് ഈ ദുനിയാവ് ഇങ്ങനെന്ന് പറയുകയില്ല, ഇതിന്റെ പിന്നിലുള്ള സ്രഷ്ടാവിനെ ഒരിക്കലും ചോദ്യം ചെയ്യുകയില്ല. അവൻ കൃത്യമായി ഒരു ഉൾക്കാഴ്ചയോടുകൂടി നിർഭയത്വത്തോടുകൂടി എല്ലാ ചോദ്യങ്ങളെയും അവൻ പരിഗണിക്കുക തന്നെ ചെയ്യും. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അജബൻ ലി അംരിൽ മുഅ്മിൻ. മുഅ്മിനിന്റെ കാര്യം, ആരുടെ കാര്യം? വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് എന്നാണ്. എന്താ അത്ഭുതമാകാനുള്ള കാര്യം? ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. അവനിൽ എന്തെല്ലാം സംഭവിക്കുന്നുവോ അതെല്ലാം അവന് ഖൈറായിട്ടേ വരികയുള്ളൂ. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ. മുഅ്മിനിനല്ലാതെ, ഒന്നുകൂടി ആവർത്തിച്ച് പറയാണ്, മുഅ്മിനിനല്ലാതെ ഈ സാഹചര്യം ഉണ്ടാവുകയില്ല. ഇന്ന സാബതുഹു സറാ. അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷം വന്നാൽ ശക്കറ, അവൻ അതിന് നന്ദി ചെയ്യും. ഫകാന ഖൈറൻ ലഹ്. അപ്പോൾ അതവന് ഖൈറായിട്ട് വരും. ഒരു നല്ല ജോലി കിട്ടി, നല്ലൊരു അന്തരീക്ഷം ഉണ്ടായി. അപ്പൊ അവന് ഇതൊക്കെ എന്റെ മിടുക്കൊണ്ട് കിട്ടിയതാണ്, എന്റെ പഠനം കൊണ്ട് കിട്ടിയതാണ്, ഞാൻ നേടി, എല്ലാം നേടി എന്ന് പറഞ്ഞ് അഹങ്കരിക്കൂല. ഇതൊക്കെ എന്റെ പടച്ചോന്റെ നിഅമത്താണെന്ന് പറഞ്ഞ് കൂടുതൽ സുജൂദ് ചെയ്യും, കൂടുതൽ ശുക്ർ ചെയ്യും. അപ്പൊ അവനെന്താവും? ഖൈറല്ലാവും, അത് നന്മയായിട്ട് വരും. എന്നാൽ അവന് ജീവിതത്തിൽ എന്തെങ്കിലും ദുർറുകൾ വന്നാൽ, മുസീബത്തുകൾ വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ, അപ്പോഴോ ഞാൻ ഇങ്ങനെ നിസ്കരിക്കുന്നു, ഒലിമ്പൂരിക്കും ഒക്കെ ചെയ്തിട്ടും പടച്ചോൻ എങ്ങനെയാണല്ലോ പരീക്ഷിച്ചത്, അതുകൊണ്ട് ഇനി ഞാൻ നിസ്കരിക്കണില്ല, ഇനി ഞാൻ മുസ്ലിം ആകണില്ല എന്ന് പറയല്ല ചെയ്യാ. എന്ത് ചെയ്യും? സ്വബറ, ക്ഷമിക്കും. എന്റെ റബ്ബ് പറഞ്ഞിട്ടുണ്ട് പല രീതിയിലുള്ള പരീക്ഷണം വരും, എനിക്കൊരു പരീക്ഷണം വന്നു, അത്രയേ ഉള്ളൂ, ഞാനത് ക്ഷമിക്കുന്നു, എനിക്കൊരു പ്രശ്നമില്ല. കുട്ടികൾ മരണപ്പെട്ടിട്ട് അൽഹംദുലില്ലാ, ഒരു സഹാബി പറഞ്ഞതാണ് അൽഹംദുലില്ലാ. അപ്പൊ തന്നെ ആ സഹാബിയെ കുറിച്ച് പറയുകയാണ്,
ആ സ്വഹാബിക്ക് നാളെ ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന സ്തുതിയുടെ വീട് എന്ന് പറഞ്ഞിട്ടൊരു വീട് നാളെ സ്വർഗത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ വിശ്വസിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഇവിടെയുള്ള എല്ലാ വിഷയത്തിനും ഉത്തരം കണ്ടെത്താൻ കഴിയുള്ളൂ. അവൻ ക്ഷമിക്കും. അപ്പൊ എന്ത് ചെയ്യും? അതും ഹൈറായിട്ട് വരും. എന്താ വിശ്വാസത്തിന്റെ അവസ്ഥകളെ വിശ്വസിക്കും. ഹൈറ് വന്നാലും ഷെറ് വന്നാലും അതൊക്കെ അവസാനം അവന് ഹൈറായിട്ട് വരുന്നൊരവസ്ഥയാണ്. അവിടെയാണ് വിശ്വാസത്തിന്റെ പ്രസക്തി നമ്മൾ അറിയേണ്ടത്. തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് സന്തോഷത്തിലും സന്താപത്തിലും അതിരുവിട്ട നിലപാട് വിശ്വാസികൾക്കുണ്ടാകാതിരിക്കുന്നതിന്റെ പിന്നിലുള്ള വിശ്വാസം എന്താണെന്നോ, ആ വിശ്വാസമാണ് ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്തിലുള്ളത്. എന്താ വിശ്വാസികൾക്ക് എന്ത് പ്രയാസം വന്നാലും അവർ കുലുങ്ങാതെ പിടിച്ചു നിൽക്കാൻ അവർക്ക് എന്തുകൊണ്ടാണ് കഴിയുന്നത്? അവരുടെ അടിസ്ഥാന വിശ്വാസം ഇതാണ്. ഈ ഭൂമിയിൽ എവിടെയാകട്ടെ, നിങ്ങളുടെ സ്വന്തം ശരീരത്തിലാകട്ടെ, ഒരു മുസീബത്തും സംഭവിക്കുന്നില്ല ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, ഇതിനു മുമ്പ് അതൊരു രേഖയിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെടാതെ. നമുക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ജീവിതത്തില് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും ഈ ജൂൺ മാസത്തിൽ 2025 ഉണ്ടാകുന്ന സംഭവം പൊടുന്നതിന് ഉണ്ടാകുകയാണ്. അത് നമ്മളെ വിവരക്കമ്മിയാണ്. നമ്മളെ സൃഷ്ടിച്ച സമയത്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്നാൽ കൃത്യമായി അള്ളാഹു രേഖയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ ചെറിയ വിശ്വാസമല്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഓരോന്ന് പൊടുന്നാൻ സംഭവിക്കുക എന്ന് വിചാരിക്കണ്ട. ഇതൊക്കെ അള്ളാന്റെ തീരുമാനം, നിശ്ചയം. അത് സംഭവിക്കുമ്പോൾ അലല്ലാ, അത്രയേ ഉള്ളൂ. അതാണ് ഈ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, കൃത്യമായി അത് മുൻകൂട്ടി തന്നെ ഒരു രേഖയിൽ രേഖപ്പെടുത്താതെ എന്റെ ശരീരത്തിലാകട്ടെ ഈ ഭൂമിയിലാകട്ടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഇനി ആരെങ്കിലും വിചാരിക്കണ്ട പടച്ചവനത് ബുദ്ധിമുട്ടുള്ള കാര്യം? ഒരു പ്രശ്നമില്ല, അള്ളാഹ്ക്ക് അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്തിനാണ് ഈ വിശ്വാസം? ഈ വിശ്വാസം ഉണ്ടായുള്ള ഗുണം എന്താ? നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ നിങ്ങൾ കൂടുതൽ ദുഃഖിക്കാതിരിക്കാൻ, കൂടുതൽ വിഷമിക്കാതിരിക്കാൻ, മാറത്തടിച്ച് കരയാതിരിക്കാൻ. വലാ തഫ്റഹൂ ബിമാ ആതാക്കും, നിങ്ങൾക്ക് അല്ലാഹ് എന്തെങ്കിലും നിഅമത്തുകൾ തന്നാലോ അതിൽ അമിതമായി സന്തോഷിക്കാതിരിക്കാനും. നല്ല നിഅമത്ത് ഇങ്ങനെ കോരിച്ചൊരിഞ്ഞു വരുമ്പോ അതൊരു പരീക്ഷണമായിട്ടേ വിശ്വസിക്കാനുള്ളൂ. പടച്ചോൻ എന്നെ കൊണ്ട് പടച്ചോൻ എന്താ കണ്ടുക്കണെന്നാവും. എനിക്ക് ഭയങ്കര നിയമത്തുണ്ട്, എന്റെ കൃഷിയിൽ ഭയങ്കര വിളവുണ്ട്, എന്റെ ജോലിയിൽ ഭയങ്കര വർക്കത്തുണ്ട്, പടച്ചോൻ എന്നെ കൂടുതൽ പരീക്ഷിക്കുകയാണോ, ഞാൻ കൂടുതൽ നന്മ ചെയ്യണ്ടേ എന്നേ അയാൾ ചിന്തിക്കുള്ളൂ. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ദുരഭിമാനികളായ ആളുകൾ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ഒക്കെ എന്നെ കൊണ്ടാ ജീവിച്ചു പോണത് എന്നിങ്ങനെ ദുരഭിമാനിയായി നടക്കുന്ന ആളെന്ത് ചെയ്യില്ല, അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അപ്പൊ നമ്മളൊരു വിശ്വാസത്തിന്റെ വിശ്വാസമാണ് സുഹൃത്തുക്കളെ. എന്താണ് ഈമാൻകാര്യത്തിന്റെ ഒരു ബലം നോക്കി നിങ്ങൾ. എന്ത് പ്രയാസം വ്യക്തി ജീവിതത്തിലോ കുടുംബത്തിലോ എവിടെ ഉണ്ടായാലും ഇത് അള്ളാന്റെ രേഖയിൽ നേരത്തുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നതോടെ കൂട്ടുന്ന ഒരു സമാധാനം എത്രയെന്നറിയും. സദാസമയവും മരണചിന്തയിലാണ് വിശ്വാസി എപ്പോഴും ഉണ്ടാവുക. ഒന്നും അവന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമല്ല. പ്രത്യേകിച്ച് യാത്രാവേളയിൽ ഇക്കാര്യങ്ങൾ അവൻ ഓർത്തുകൊണ്ടാണ് ഓരോ യാത്രയും ആരംഭിക്കുന്നത്. ഇസ്ലാമിന്റെ ഒരു വിശാലതങ്ങൾ നോക്കി. അത് ഏത് സംഗതിയാണ്. യാത്രക്ക് ഇറങ്ങുമ്പോൾ ആ പ്രാർത്ഥനയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. പടച്ചോനെ, ഈ വാഹനം എനിക്ക് ഒരുക്കി തന്ന റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. നിന്നിലേക്കാണ് ഞങ്ങൾ ഇനി തിരിച്ചു വരാനുള്ളത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ. അല്ലാഹുവേ, ഈ യാത്രയിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു അൽ ബിർറ വത്തഖ്വ, പുണ്യത്തെയും ഭക്തിയെയും നിന്നോട് ചോദിക്കുന്നു. വമിനൽ അമലി മാ തർളാ, നീ തൃപ്തിപ്പെടുന്ന പ്രവൃത്തികളെ ഞാൻ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ, അല്ലാഹുവേ ഈ യാത്ര ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണമേ. വതുബി അന്നാ ബുഅദ, ഇതിന്റെ ദൈർഘ്യം ഞങ്ങൾക്ക് കുറച്ചു തരണമേ. അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ് സഫർ, ഈ യാത്രയിൽ എന്റെ കൂടെ എന്നെ രക്ഷപ്പെടുത്താൻ നീയാണുള്ളത്. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പോന്നപ്പോ ആ വീടിന്റെ കാവൽക്കാരനായിട്ടും നീ തന്നെയാണുള്ളത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇസ് സഫർ, അല്ലാഹുവേ ഈ യാത്രയിൽ ഉണ്ടാകുന്ന സകല ക്ലേശങ്ങളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണമേ. വകാബത്തിൽ മൻദർ,
ദുഃഖിതമായ ഭയാനകരമായ ദുഃഖകരമായ എല്ലാ കാഴ്ചകളിൽ നിന്നും വസൂഇൽ മുൻഖലബ് ഫിൽ മാലി വൽ അഹ്ൽ, സ്വത്തിലും അതുപോലെ തന്നെ കുട്ടികളിലും സന്താനത്തിലുമൊക്കെ ഉണ്ടാകുന്ന വിഷമകരമായ പരിണിതികളിൽ നിന്നും പടച്ചോനെ എന്നെ കാത്തുരക്ഷിക്കണേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാണ് മനുഷ്യന്മാര് പോവുക. ഇപ്പോൾ സൗദി അറേബ്യയിലേക്കൊക്കെ പോകുന്ന, ഹജ്ജിന് പോകുന്ന, ഉംറക്ക് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സൗദിയുടെയും കുവൈത്തിന്റെയൊക്കെ ഫ്ലൈറ്റ് ആണെങ്കിൽ വളരെ വശ്യമായ സൗണ്ടിൽ തന്നെ ഈ പ്രാർത്ഥന ആ ഫ്ലൈറ്റിൽ ഒന്നിച്ച് കേൾക്കാൻ കഴിയും. ഇത് ചൊല്ലിക്കൊണ്ടാണ് മനുഷ്യന്മാർ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഏതൊരു യാത്രക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. നമുക്ക് യാത്ര എന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിക്കുക എന്നുള്ളതാണ്, അല്ലേ? നമ്മളെ നാട്ടിൽ കൂടെയൊക്കെ യാത്ര പോണ വണ്ടി ഉണ്ടാവും, തട്ടും മുട്ടും പാട്ടും പരിപാടിയിട്ടേ പോകും. അങ്ങനെ പോയിങ്ങാണ്ട് ഒടുങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു നിർഭയത്വം ഉണ്ടാവില്ല. പക്ഷെ ഇസ്ലാമികമായി ജീവിക്കും, യാത്ര ചെയ്യും ആൾക്കാർ. ഇതിലെന്ത് സംഭവിച്ചാലും അല്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാന്റെ അടുത്ത് നിന്നാണ്, അള്ളാന്റെ അടുത്തേക്ക് മടങ്ങും. മുസീബത്തുകളിൽ സ്വീകരിക്കുന്ന നിലപാടിൽ നിന്നറിയാം നാം ഹിദായത്തിന്റെ വഴിയിലാണോ അല്ലേ. നമുക്കൊക്കെ ഈമാൻ ഉണ്ടോ ഹിദായത്തുണ്ടോ എന്ന് അറിയാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗമാണ് എന്തോ, വ്യക്തി ജീവിതത്തിലോ കുടുംബത്തിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കോ ഒരു ദുരിതം വന്നാൽ, ദുരന്തം വന്നാൽ നമ്മളെ സ്വഭാവം എന്താണെന്നാണ് നോക്കേണ്ടത്. അപ്പണ്ടറിയ ഒരാൾക്ക് ഹിദായത്തുണ്ടോ. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. ആര് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞതിൽ പിടിച്ചു നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഉലൈക അക്കൂട്ടർ അലൈഹിം സ്വലവാത്തും, അവർക്ക് അനുഗ്രഹാശിസ്സുകളുണ്ട്, മിർ റബ്ബിഹിം വറഹ്മ, റബ്ബിങ്കിൽ നിന്നുള്ള കാരുണ്യവും അനുഗ്രഹവും അവർക്കുണ്ടാകും. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവര് തന്നെയാകുന്നു ഹിദായത്തിലായ ആൾക്കാര്. അപ്പൊ ആരാ ഹിദായത്തില്? പ്രയാസവും ബുദ്ധിമുട്ടും വരുമ്പോ പടച്ചോനെ ശപിക്കുക, അള്ളാനെ കളിയാക്കുക, അങ്ങനത്തെ ആൾക്കാർക്കല്ല. മറിച്ച് വിശ്വാസം കൂടുതൽ ഉറക്കുകയും ഞാൻ ഏതായാലും ഇവിടെ ജീവിച്ചവനാണ്, ഏതായാലും മരിക്കേണ്ടവനാണ്, അള്ളാ എന്നെ തിരിച്ചു കൊണ്ടുപോയി, അള്ളാ എന്റെ അപ്പാനെ കൊണ്ടുപോയി, എന്റെ ഉമ്മനെ കൊണ്ടുപോയി, എന്റെ കുടുംബത്തെ കൊണ്ടുപോയി, നാളെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാം അലല്ലാഹ്. ഇങ്ങനെ വിശ്വസിക്കുന്ന വിശ്വാസിയാണ് നിർഭയത്വമുള്ളവൻ. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് വാക്കുണ്ട്. ആളുകൾ എന്ത് ദുരന്തത്തിൽപ്പെട്ടാലും ചോദിച്ചാൽ നമുക്ക് ഉത്തരമുണ്ട്. ഒരാൾ എനിക്ക് ആശ്വസിപ്പിക്കാൻ വാക്കില്ല എന്നൊരു വിശ്വാസി പറയരുത്. നമുക്ക് വാക്കുണ്ട്, അത് നമ്മുടെ ദീൻ നൽകുന്ന വാക്കാണ്. ആ ദീനിൽ ഉറച്ചു നിന്ന് മരണപ്പെട്ടു പോകാനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനിയായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ദുരന്തങ്ങളും അപകടങ്ങളും ഉണ്ടാകുന്ന ഘട്ടങ്ങളിലെല്ലാം ഉയരുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇതിനു മുമ്പ് കരിപ്പൂരിലൊരു വിമാനാപകടമുണ്ടായി. അതുപോലെ തന്നെ അതിനൊക്കെ ശേഷം പിന്നീട് മുണ്ടക്കയിൽ, വയനാട് ചൂരൽമലയിൽ മുണ്ടക്കയിൽ വലിയ പ്രകൃതിക്ഷോഭമുണ്ടായി. കേരളം പല തവണ പ്രളയങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഇപ്പോഴിതായി ഒരു വിമാനാപകടം. ഇതിന്റെ വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിലും മറ്റും വരുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ആ സമയത്ത് നമ്മൾ ഇത് അള്ളാഹുവിന്റെ വിധിയാണ്, പരീക്ഷണമാണ്, കൂടുതൽ നമ്മൾ വിനയാന്വിതരാകണം, അള്ളാഹുവിലേക്ക് മടങ്ങണം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ചോദിക്കുന്ന, അതിന്റെ അടിയിൽ വന്ന് കമന്റ് അടിക്കുന്ന ഒരു കമന്റ്, പലപ്പോഴും ആവർത്തിക്കുന്ന ഒരു കമന്റാണത്, ഈ ദുരന്തത്തിന്റെ സമയത്താണ് നമ്മൾ മതം പറയുന്നത്. അതിന്റെ അടിയിൽ വേറൊരാൾ ചോദിക്കുന്നത്, എല്ലാത്തിലും മതം കുത്തിക്കയറ്റണത്. ആളുകൾ പ്രയാസപ്പെട്ട് കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഈ മതം പറയുന്നത്, ഇപ്പോഴെങ്ങൾക്ക് പടച്ചോനെ പറ്റി നിങ്ങളെ ദീന് വെച്ച് കാശാക്കാൻ പറ്റിയ സമയപ്പം. ഇതാരാ ചോദിക്കുന്നത്? മുസ്ലിം പേരുള്ള ഐഡികളിൽ നിന്ന് പോലും ഈ ചോദ്യങ്ങൾ വരും. എന്താണ് ഇസ്ലാം എന്നറിയാത്ത മനുഷ്യന്മാരാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു ചോദ്യം നമുക്ക് തിരിച്ചു പറയാനുള്ളതെന്നറിയോ? ഇത്തരം ഘട്ടത്തിൽ മതത്തിനെ ഒരു ഉത്തരം പറയാൻ കഴിയൂ എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഈ ചോദിക്കുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. എന്ത് ഇവിടെ മതമില്ല, ദൈവമില്ല, പടച്ചോനുമില്ല, പരലോകമല്ല അറിയുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യണത്? ഈ സംഗതിയായിട്ട് വരുന്നത്. വരാൻ കാരണം എന്താ അറിയോ? ഇങ്ങനത്തെ ദുരന്തമുഖത്ത് വിശ്വാസം ഇല്ലാത്തവനും കൂടി എന്തുണ്ടാവും? ഒരു വിശ്വാസം മനസ്സുകൾ കടന്നു വരും. അപ്പൊ ആരെങ്കിലും ദൈവവിശ്വാസത്തിലേക്ക് എത്തിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് വരികയാണെന്ത്, എന്തിനപ്പം നിങ്ങൾ മതം പറയുന്നത്? അത് മതത്തിന്റെ പ്രസക്തി അവർക്ക് തിരിഞ്ഞതുകൊണ്ട് തന്നെയാണ് ആ ചോദ്യം. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ,
ഈ സമയത്ത് മതമല്ലാതെ മനുഷ്യരെ ആശ്വസിപ്പിക്കാൻ ഈ പറയുന്ന ആൾക്കാരെ കയ്യിൽ എന്താ ഉള്ളത്? അത് തിരിച്ചു ചോദിക്കണമല്ലോ. ഇവിടെ മതം പറയണ്ട, മതം അല്ലാതെ പേർക്ക് എന്താ പറയാനുള്ളത്? ഈ 241 കുടുംബങ്ങൾ, മനുഷ്യന്മാർ ഇവിടെ ഒരുപാട് സ്വപ്നങ്ങളുള്ള ആളുകളായിരുന്നു. ആകാശത്തിലൂടെ പറക്കുന്ന ആ വിമാനത്തിന്റെ അതിനേക്കാളും ഉയരത്തിലുള്ള സ്വപ്നങ്ങളുമായി വഹിച്ചു നടക്കുന്ന ആളുകളാണ് ഈ കുടുംബം, ഈ വ്യക്തികൾ. ആ സ്വപ്നങ്ങൾ മുഴുവനും നിമിഷാർദ്ധം കൊണ്ട്, ആ വ്യക്തി പറഞ്ഞത് 30 സെക്കൻഡോട് പൊട്ടിത്തെറിച്ചു പോയിക്കും. പടച്ചമല്ല, പരലോകമല്ല, ഇനിയൊരു ജീവിതമല്ല എന്ന് പറയുന്ന ആൾക്കാർ മറുപടി പറയണം. എന്താ ഇവരോട് നിങ്ങൾക്ക് സമാധാനം പറയുള്ളത്? ഇവരുടെ കുടുംബത്തോട് എന്താ സമാധാനം പറയാനുള്ളത്? ഇവർക്കൊന്നും പറയാല്ല. ഇവിടെ മതത്തിനെ സംസാരിക്കാനുള്ളൂ. ഇവിടെ മതവിശ്വാസത്തിന് മാത്രമേ ആളുകൾക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ആകെ ചെയ്യാൻ പറ്റും എന്താ? ഇവർക്കൊക്കെ കുറെ ഫീച്ചറുകൾ തയ്യാറാക്കാൻ പറ്റും, കുറെ അലറി കരയാൻ പറ്റും, അതിന്റെ ചിത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും, കുറെ അന്വേഷണ റിപ്പോർട്ടുകൾ കുറെ ദിവസങ്ങൾ മാധ്യമങ്ങൾക്ക് അത് അവരുടെ പ്രിന്റ് സാധനങ്ങൾ വിറ്റഴിക്കാനും റേറ്റിംഗ് വർദ്ധിപ്പിക്കാനും ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? നമ്മളെ നാട്ടിലൊക്കെ വാഹനാപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ലോറി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ പോയിട്ട് റിപ്പോർട്ടർമാർ നിന്നിട്ട് അങ്ങനെ പറയുന്നേ എന്താ ഉദ്ദേശം എന്താ വെച്ചാൽ ഞങ്ങൾ റേറ്റിംഗ് വർദ്ധിപ്പിക്കണം. ഇതൊക്കെ ചെയ്യുക എന്നല്ലാതെ വേറെ എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുക? ദുരന്തങ്ങളിൽ മരണപ്പെട്ടവർക്ക് അവർ ചെയ്ത നന്മക്കും തിന്മക്കും എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ഇവർക്കൊക്കെ എന്ത് ഉത്തരമുള്ളത്? എന്നാൽ ഇസ്ലാം കൃത്യമായി ഉത്തരം പറയുന്നുണ്ട്. എന്താണ് ആ ഉത്തരം? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. നിഷേധിക്കാൻ പറ്റും ഒരിക്കലും? പടച്ചമല്ല, പരലോകമല്ല, ഒക്കെ ശാസ്ത്രം തന്നെയാണ്, ഒക്കെ ഞങ്ങൾ തന്നെയാണ് ഇതിന്റെ ആൾക്കാര് എന്ന് പറയുന്നവരോടാണ് ചോദിക്കുന്നത്. എല്ലാ AI സംവിധാനവും എല്ലാ അത്യാധുനിക സംവിധാനമുള്ള ആൾക്കാരോടാണ് ചോദിക്കുന്നത്. ആരെങ്കിലും ഞാൻ മരിക്കൂല ഒന്ന് തീരുമാനിക്കും? അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ കണ്ണിന്റെ കാഴ്ച മങ്ങൂല, എന്റെ കാതിന്റെ കേൾവി ശക്തി കുറയില്ല, എന്റെ നരമ്പുകൾ ഒരിക്കലും തളർന്നു പോകില്ല, എന്റെ തൊലികൾ ഒരിക്കലും ചുളുങ്ങി പോവുകയില്ല, ഞാൻ എന്നും ഇതുപോലെ ഉണ്ടാകും എന്ന് പറയാൻ ആർക്ക് ധൈര്യമുണ്ട്? ഹിറ്റ്ലറാണത് പറഞ്ഞത്, മുസോളിനിയാണത് പറഞ്ഞത്. ആ പറഞ്ഞ മനുഷ്യന്മാരൊക്കെ സ്വന്തം റിവോൾവർ നേരെ നെറ്റിയിലേക്ക് എടുത്തുവെച്ച് ആത്മഹത്യ ചെയ്ത ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫിർഔൻ മുങ്ങി മരിച്ച ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിന്റെ പിന്മുറക്കാരായിട്ട് ഇവർക്കൊക്കെ വരാൻ കഴിയുള്ളൂ. സമയാവുമ്പോൾ ഇവിടുന്ന് പോണ്ടി വരും. ഒരാൾക്കും ഇവിടെ നിൽക്കാൻ കഴിയില്ല. അമേരിക്കൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എന്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്താ കാര്യം? എത്ര ആളുകൾക്കാണ് ജീവൻ കൊടുക്കാൻ കഴിയുന്നത്? ആർക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തിന്റെ രുചി ആസ്വദിക്കും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, കണ്ണ് തുറന്ന് കാണണം, കാത് തുറന്ന് കേൾക്കണം. എന്താ? നിങ്ങൾ ചെയ്ത നന്മയാകട്ടെ തിന്മയാകട്ടെ അതിന്റെ പൂർണ്ണ പ്രതിഫലം ഇവിടുന്ന് കിട്ടൂല. ഇവിടെ കിട്ടുള്ളൂ, പരലോകത്തുനിന്നേ കിട്ടുള്ളൂ. അതാ പരലോകം. ദാ ഈ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു മനുഷ്യനെ നമ്മൾ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. ആ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന വ്യക്തി പിന്നെ ആ തീപ്പെട്ട് മരിക്കുക, മറ്റേ ആള് രക്ഷപ്പെടുകയും ചെയ്യും. ആ രക്ഷപ്പെടുത്തിയ വ്യക്തിക്ക് ഇവിടുന്ന് കൂലിട്ടുക? ആലോചിക്കും. അതിന്റെ ഉത്തരാത് ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങൾ ചെയ്ത എല്ലാത്തിനുള്ള പ്രതിഫലം നാളെ പരലോകത്ത് കിട്ടും. അതാ പരലോകം. സുഹൃത്തുക്കളെ, ആ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുകയും അവിടെ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്തവനാരോ ഫഖദ് ഫാസ്, അവനാണ് വിജയി. വിദ്യാർത്ഥികൾ ശരിക്കും കാതോർന്ന് കേൾക്കണം. നമ്മളെ പരീക്ഷയിലുള്ള വിജയം ഇവിടുത്തെ മാത്രം വിജയമാണ്, അതല്ല ശാശ്വത വിജയം. കച്ചവടക്കാർ കേൾക്കണം. നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചുണ്ടാക്കുന്ന ലാഭമുണ്ടല്ലോ, അതിലുള്ള വിജയം ഉണ്ടല്ലോ, കച്ചവടത്തിലുള്ള വിജയം, അത് ഇവിടുത്തെ പരിമിതമായ വിജയമാണ്. യഥാർത്ഥ വിജയം പരലോകത്തുള്ള വിജയമാണ്. അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകർ കേൾക്കണം. തെരഞ്ഞെടുപ്പാകട്ടെ ഉപതെരഞ്ഞെടുപ്പാകട്ടെ അതിലുള്ള ഭൂരിപക്ഷമോ അതിലുള്ള വിജയമല്ലോ യഥാർത്ഥത്തിലുള്ള വിജയം എന്ന് പറയുന്നത്, യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് പരലോകത്തുള്ള വിജയമാണ്. ആ പരലോകത്തുള്ള വിജയം ആർക്കേ കിട്ടുള്ളൂ? സ്വർഗം കിട്ടുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തവനാണ്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു വഞ്ചനയുടെ വിഭവമാണ്. പടച്ചോനൊന്നുമില്ല, പരലോകമൊന്നുമില്ല എന്ന് പറഞ്ഞ് കമന്റും പറഞ്ഞ് പോണ ഒരു ദുനിയ തരാണ്. അത് മരിക്കാതെ ആ ആളെന്ത് ചെയ്യും? മരണത്തെ മുഖാമുഖം കാണും. അപ്പൊ അവന് ഓർമ്മ വരും, ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കാം. അപ്പൊ അവിടെ ലൈക്ക് അടിക്കാൻ ആരും ഉണ്ടാവില്ല. മരിക്കാൻ കിടക്കുന്ന സക്രാത്ത് കിടക്കുന്ന സമയത്ത് ലൈക്ക് അടിക്കാനും ഫോളോവേഴ്സും അവർ ഓടിയെത്തൂല, നേരെ കബർക്കണമുള്ളൂ. പിന്നെ അവിടെ മലക്ക വരിക. ആ ചോദ്യത്തിന് ഒറ്റയ്ക്ക് മറുപടി പറയേണ്ടി വരും. മുസ്ലിം പ്ലാറ്റ്ഫോമിൽ നിന്ന് ദൈവനിഷേധത്തെയും അള്ളാനെയും കളിയാക്കി ആ ദൈവനിഷേധത്തിലേക്കും പടച്ചോനെ കളിയാക്കി സ്വർഗത്തിനും നരകത്തെയും കളിയാക്കാൻ ഇത്തരം ഘട്ടങ്ങൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ
അവർ ഓർത്തു വെക്കേണ്ടതാണ്. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ. വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ് ചെറിയ ചില ശിക്ഷകളെ കൊണ്ടൊക്കെ ഞാൻ നിങ്ങളെ രുചിപ്പിക്കും. ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവും, സാമ്പത്തിക തകർച്ച ഉണ്ടാവും, രോഗം ഉണ്ടാവും, അപകടം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും. എന്തിനാണത്? ലഅല്ലഹും യർജിഊൻ. നിങ്ങളിപ്പോ പോകുന്നത് മടങ്ങാനാണ്. ഒന്ന് ചിന്തിക്കാൻ, അള്ളാനെ പറ്റി ചിന്തിക്കാൻ, എന്തെങ്കിലും മനുഷ്യൻ നന്നാകട്ടെ, അങ്ങനെ പരലോകത്ത് സ്വർഗം കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ്. അതോട് സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലാകട്ടെ സമൂഹത്തിലാകട്ടെ ഉണ്ടാകുന്ന ഏത് വിഷയമാണെങ്കിലും അത് കൂടുതൽ വിനയപ്പെടാനും ഇസ്തിഗ്ഫാർ നടത്താനും അള്ളാഹുവിലേക്ക് മടങ്ങാനും നമുക്ക് ഉൾക്കാഴ്ച നൽകുന്നതായിരിക്കണം. അങ്ങനെ വിശ്വസിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു സമ്പൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറുടെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന, ഉപജീവനത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഒരു തുറവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين يا أرحم